ഒരു ചൈനീസ് മുത്തശ്ശിക്ക് രണ്ട് മൺകുടങ്ങളുണ്ടായിരുന്നു. ഒരു കുടം വളരെ നല്ലൊരു കുടവും ഒരു കുടം അല്പം ദ്വാരമുള്ള ഒരു കുടവുമായിരുന്നു. ഈ മുത്തശ്ശി എല്ലാ ദിവസവും ഒരു ദണ്ടിൽ ഈ കുടങ്ങൾ രണ്ടും വെച്ച് കെട്ടി താഴെയുള്ള കുളത്തിൽ നിന്നും വെള്ളം ശേഖരിച്ചുകൊണ്ട് തൻ്റെ ഉയരത്തിലുള്ള വീട്ടിലേക്ക് നടന്നു പോകും. അങ്ങനെ പോയി എല്ലാ ദിവസവും തൻ്റെ കുടവുമായിട്ട് എല്ലാ രാവിലെ പ്രഭാതങ്ങളിലും ഇങ്ങനെ വെള്ളം കൊണ്ടുപോവുക ഒരു പതിവായിരുന്നു. ഒരു ദിവസം ഈ അല്പം ദ്വാരമുള്ള കുടത്തിന് ഒരു സങ്കടം. ആ സങ്കടം മുത്തശ്ശിയോട് കുടം പറയുകയാണ്, മുത്തശ്ശി, എന്തിനാണ് എന്നെ എല്ലാ ദിവസവും താങ്കൾ ഇങ്ങനെ ചുമക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് പകുതി വെള്ളമല്ലേ വീട്ടിലെത്തിക്കുന്നുള്ളൂ. അപ്പോൾ മുത്തശ്ശി ആ കുടത്തിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയുകയാണ്, നീ ശ്രദ്ധിച്ചോ, നീ പോകുന്ന വഴി ഓരത്ത് ഞാൻ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെടിയിൽ നിന്നും മനോഹരമായ പുഷ്പങ്ങൾ അവിടെ വിരിഞ്ഞു നിൽക്കുന്നത് നീ കണ്ടോ? ആ പുഷ്പങ്ങൾ അറുത്തെടുത്താണ് എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനാ മുറിയെ അലങ്കരിക്കുന്നത് എന്ന് ആ മുത്തശ്ശി പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ പൊട്ടക്കുടം വളരെയധികം സന്തോഷിക്കുക. ഞാനും നിങ്ങളുമാകുന്ന പൊട്ടക്കുടങ്ങൾ ഇങ്ങനെയാണ്. പലപ്പോഴും ഈ ലോകം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളും കുറവുകളും ഉണ്ടായിരിക്കാം. എന്നാൽ ആ പരിമിതികളിൽ നിന്നും സന്തോഷമനോർക്ക് നൽകുന്ന നല്ല വ്യക്തികളായി തീരുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ പരിമിതികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. അനവധി വൻകാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ ഇല്ലായ്മകളെ ചൊല്ലി പരിതപിക്കുകയല്ല, ഇല്ലായ്മകളിൽ നിന്നും വലിയ കാര്യങ്ങൾ വൻകാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് ഞാനെന്ന വ്യക്തി പൂർണ്ണനായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ അനവധി കുറവുകൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരുപാട് ബലഹീനതകൾ നമുക്കുണ്ടായിരിക്കാം. എന്നാൽ ആ ബലഹീനതകളെ നന്മകളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. ബലഹീനതകളെ ശക്തികളാക്കി മാറ്റുവാൻ കഴിയണം. ബലഹീനതകളിൽ നിന്നും വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയണം. ഓരോ പ്രഭാതവും പോസിറ്റീവ് ചിന്താഗതികളോടുകൂടി ഉയർത്തെഴുന്നേൽക്കുവാൻ, ഉണർന്നെഴുന്നേൽക്കുവാൻ, ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവാൻ നമുക്ക് ഇടയാകട്ടെ. എല്ലാ പ്രഭാതവും ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ ശോഭയുള്ളതായി തീരട്ടെ. അതിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു.